ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം എന്തുകൊണ്ട് റിജക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവാൻ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് PED ആണ്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്. നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നിലവിൽ നമ്മൾക്ക് എന്തെങ്കിലും വിധത്തിൽ അസുഖങ്ങളോ ട്രീറ്റ്മെൻറ്റോ മെഡിസിനോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കമ്പനിയെ അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയിക്കാത്ത പക്ഷം നാളെ ഒരു ക്ലെയിം ആ പേരിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ അവിടെ രേഖപ്പെടുത്തി വയ്ക്കും, ഇത്ര നാളുകളായി ഇദ്ദേഹം മരുന്ന് കഴിക്കുന്നതാണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നതാണ്, പിന്നെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ക്ലെയിം റിജക്റ്റ് ആവും. ഇൻ കേസ് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഒരു 4 വർഷത്തേക്ക് PED നമ്മൾ കവറേജ് കിട്ടില്ല. ഇപ്പോൾ പല സ്കീമുകളിലും ഒരു എക്സ്ട്രാ പ്രീമിയം കൊടുത്ത് ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാൽ കവറേജ് കിട്ടുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് മാത്രമേ നമുക്ക് ആ ഒരു 4 വർഷത്തേക്ക് കവറേജ് കിട്ടാതെ ഇരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് കവറേജ് കിട്ടും. 4 വർഷം നമ്മൾ റിന്യൂ ചെയ്തതിന് ശേഷം ഈ അസുഖങ്ങൾക്കും നമുക്ക് കവറേജ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നേടാൻ നമ്മൾ സത്യസന്ധമായി തന്നെ പോളിസിയിൽ ചേരുക. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷനാണ്. ചില അസുഖങ്ങൾക്ക് 2 വർഷത്തിന് ശേഷമേ നമുക്ക് കവറേജ് കിട്ടൂ എന്നുണ്ട്. അതായത് നമുക്ക് മരുന്ന് കഴിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാതെ നീട്ടി വയ്ക്കാൻ പറ്റുന്ന അസുഖങ്ങൾ, ഇപ്പോൾ സൈനസൈറ്റിസ് ഓപ്പറേഷൻ, അതുപോലെ ഹെർണിയ ഓപ്പറേഷൻ, പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ യൂട്രസ് റിമൂവൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് നാൾ നമുക്ക് മരുന്ന് കഴിച്ച് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 വർഷത്തിന് ശേഷം റിന്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരം അസുഖങ്ങൾക്ക് കവറേജ് കിട്ടുന്നത്. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളോ കാര്യങ്ങളോ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് തുടങ്ങിയിട്ടുണ്ടാവാം. നമ്മളത് അത്ര വലിയ കാര്യമാക്കാതെ ചെറിയ ജലദോഷമാണ്, അങ്ങനെയൊക്കെ ചെറിയ വേദനയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരുന്ന കാര്യമല്ല, അത് കുറച്ച് നാളായിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്തരം കേസുകൾ ഒരു 2 വർഷത്തേക്ക് കവറേജ് കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന കേസുകൾ ചിലപ്പോൾ ഒരു നടുവേദനയായിരിക്കും, ഇടയ്ക്കൊക്കെ ഒരു നടുവേദന ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റോ നമ്മുടേതായ രീതിയിലോ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ഒരു ഫിസിയോതെറാപ്പിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതിനുശേഷം ഇതൊന്നും അറിയിക്കാതെ നമ്മൾ പോളിസി എടുത്തു, അപ്പം നമുക്ക് അസുഖമൊന്നുമില്ല എന്ന് നമ്മളും വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പോളിസിയൊക്കെ എടുത്തു, അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ വേദന കൂടി ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും അതിൻ്റെ സ്ട്രക്ചറിൽ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചറിൽ വന്ന എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം. ആ ഒരു കാര്യത്തിന് ഒരു നീണ്ട ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വന്ന ഒരു കാര്യമല്ല, കുറേ നാളുകളായിട്ട് ഇങ്ങനെ സംഭവിച്ചതാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലെയിം കിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സ്ക്ലൂഷൻസിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ലെയിം റിജക്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് സെൽഫ് അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലും വരുത്തുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മൾ മദ്യത്തിനോ മയക്കുമരുന്നിനൊക്കെ അടിമയായ ഒരാളാണെങ്കിൽ അയാൾ പോളിസി എടുക്കുന്ന നേരത്തെ അങ്ങനെയൊന്നുമില്ല, അതിന് ശേഷം നല്ല ലഹരി ഇതൊക്കെ ആയിട്ട് സ്വയമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുത്തിയ അപകടത്തിലായിട്ട് ഹോസ്പിറ്റലാവുന്ന ഒരു കേസിലൊക്കെ ആണെങ്കിൽ അത്തരം കേസുകളൊക്കെ റിജക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ആവാനുള്ള കാരണം എന്തെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.